എൻ്റെ ഗുജറാത്ത് യാത്രകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ രാജ്കോട്ടിലാണ്. അഹമ്മദാബാദിൽ നിന്നും ഏകദേശം 220 കിലോമീറ്റർ ദൂരമുണ്ട് രാജ്കോട്ടിലേക്ക്. ഏകദേശം 4 മണിക്കൂർ വേണം യാത്രയ്ക്കായി. ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനം വഹിക്കുന്ന രാജ്കോട്ടിലെ ആൽഫ്രഡ് ഹൈസ്കൂളിലാണ് ഞാനിപ്പോൾ. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് 36 വിദ്യാർത്ഥികളുമായി രാജ്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ 1853 ഈ സ്കൂൾ സ്ഥാപിതമായത്. 1907 ഡ്യൂക്ക് ആൽഫ്രഡ് രാജകുമാരന്റെ സ്മരണയ്ക്കായി അന്നത്തെ ജുനാഗഡിലെ നവാബാണ് സ്കൂളിന്റെ ഇന്നത്തെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ആൽഫ്രഡ് ഹൈസ്കൂൾ എന്ന് നാമകരണം ചെയ്തത്. പക്ഷേ ഈ സ്കൂളിന്റെ പ്രാധാന്യം ഇതല്ല. മഹാത്മാഗാന്ധിയായി മാറിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1880 മുതൽ 1887 വരെയുള്ള 7 വർഷക്കാലം ഇവിടെ പഠിച്ചിരുന്നു എന്നതാണ് ഈ സ്കൂളിന്റെ മഹാത്മ്യം. ഒരു ശരാശരി വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്ന് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ഗാന്ധി മികവ് നേടിയത് ഇവിടെ നിന്നാണ്. 13-ാം വയസ്സിലെ വിവാഹം, കുടുംബ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിട്ടെങ്കിലും ഗാന്ധി നല്ലൊരു വിദ്യാർത്ഥിയായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തന്റെ 18-ാമത്തെ വയസ്സിലെ മെട്രിക്കുലേറ്റ് വർഷത്തിൽ വിജയിച്ച 38 കുട്ടികളിൽ ഹൈസ്കൂൾ പ്രവേശന പരീക്ഷ പൂർത്തിയാക്കിയ 2 വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഗാന്ധിജി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ആഗോള നേതാവായി മാറിയ ഗാന്ധിജിയുടെ ഈ ചരിത്ര സ്കൂളുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ പഠനത്തിന്റെയും സ്വഭാവ രൂപീകരണത്തിന്റെയും ഒരു പ്രധാന ഭാഗമായിരുന്നു. സൗരാഷ്ട്രയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായിരുന്ന ആൽഫ്രഡ് സ്കൂൾ 164 വർഷമായി സജീവമായി പ്രവർത്തിച്ചിരുന്നു. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി സ്കൂൾ മോഹൻദാസ് ഗാന്ധി ഹൈസ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 2017 സ്കൂൾ അടച്ചുപൂട്ടി മഹാത്മാഗാന്ധി മ്യൂസിയമാക്കി മാറ്റി. ഗാന്ധിജിയുടെ ജീവിതത്തിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ രൂപപ്പെടുത്തിയുള്ള സംഭവങ്ങൾക്കുമുള്ള ആദരാഞ്ജലിയായി മ്യൂസിയം ഇപ്പോൾ നിലകൊള്ളുന്നു. രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷന്റെയും ഗുജറാത്ത് ടൂറിസത്തിന്റെയും സംയുക്ത മാനേജ്മെന്റ് മഹാത്മാഗാന്ധി മ്യൂസിയം നടത്തുന്നത്. ഏകദേശം 26 കോടി രൂപ ചെലവിലാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ഈ സ്കൂളിലെ 39 മുറികളാണ് ഗാലറികളായി പുനർനിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ 18ഉം മുകളിലത്തെ നിലയിൽ 21 ഗാലറികളുണ്ട്. ഓരോ ഗാലറികളും മോഹൻദാസ് മുതൽ മഹാത്മാവ് വരെയുള്ള ഗാന്ധിജിയുടെ യാത്രയുടെ വ്യത്യസ്ത വശങ്ങൾ വിവരിക്കുന്നു. എയർ കണ്ടീഷൻ ചെയ്ത ഓരോ ഗാലറിയിലും എല്ലാ കാര്യങ്ങളും വിശദമായി വിവരിച്ചു തരുവാൻ മ്യൂസിയത്തിലെ ഗൈഡുകളുണ്ട്. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും തത്വചിന്തകളെ ഉയർത്തിക്കാട്ടുവാനായി സെൻസറിംഗ് സാങ്കേതിക വിദ്യകളോട് കൂടി നിർമ്മിച്ചിട്ടുള്ള മോഡലുകൾ, പ്രൊജക്ടറുകൾ, ഹെഡ്ഫോണുകളോട് കൂടിയ ടച്ച് സ്ക്രീൻ കിയോസ്കുകൾ, 3D മോഡലുകൾ, വ്യത്യസ്തമായ ലൈറ്റിങ്ങുകൾ എന്നിവയുൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഗാലറികളാണ് ഇവിടെയുള്ളത്. ഗാന്ധിജിയുടെ പോരാട്ടങ്ങൾ, പഠിപ്പിക്കലുകൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ പ്രതിഫലിപ്പിക്കുന്ന പ്രദർശനങ്ങളാണ് ഈ മ്യൂസിയം നമുക്ക് കാഴ്ചവെക്കുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് പ്രചോദനത്തിന്റെയും പ്രതിഫലനത്തിന്റെയും അറിവിന്റെയും ഒരു സ്ഥലമായി ഇത് പ്രവർത്തിക്കുന്നു. ലാളിത്യത്തിന്റെയും അനുകമ്പയുടെയും സാമൂഹിക മാറ്റത്തിന്റെയും ശക്തിയെ ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള ഗാന്ധിജിയുടെ പാരമ്പര്യം ഈ മ്യൂസിയത്തിലൂടെ തലമുറകൾക്ക് ഒരു പ്രചോദനമായി നിലകൊള്ളുന്നു. ഇവിടെയുള്ള സന്ധ്യാസമയത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സ്ഥിരമായി എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ്. ഈ മ്യൂസിയത്തിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മ്യൂസിയമാണ് വാട്സൺ മ്യൂസിയം. ജഡേജ രാജപുത്രർ സ്ഥാപിച്ച രാജ്കോട്ട് നാട്ടുരാജ്യത്തിൽ നിന്നുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ശേഖരം ഇവിടെയുണ്ട്. 1881 മുതൽ 89 വരെ കത്തിവാർ ഏജൻസിയുടെ ബ്രിട്ടീഷ് രാഷ്ട്രീയ ഏജന്റായിരുന്ന കേണൽ ജോൺ വാട്സന്റെ സ്നേഹസ്മരണയ്ക്കായിട്ടാണ് 1893 പൂർത്തിയാക്കിയ മ്യൂസിയത്തിന് ഈ പേര് നൽകിയത്. സൗരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ മ്യൂസിയവും ഏറ്റവും പഴയ മ്യൂസിയമാണ് വാട്സൺ മ്യൂസിയം. ചരിത്രത്തിലും പുരാവസ്തു ഗവേഷണത്തിലും താല്പര്യമുള്ള ആളായിരുന്ന കേണൽ വാട്സന്റെ മിക്ക ശേഖരങ്ങളും പുരാവസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.
മോഹൻജുദാരയിൽ നിന്നുള്ള പുരാവസ്തുക്കളുടെ പകർപ്പുകൾ, 13-ാം നൂറ്റാണ്ടിലെ കൊത്തുപണികൾ, ക്ഷേത്ര പ്രതിമകൾ, വസ്ത്രങ്ങൾ, പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരുടെ വീടുകളുടെ രൂപകൽപ്പന എന്നിവ വാട്സൺ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മ്യൂസിയത്തിന്റെ പുരാവസ്തു ഗാലറിയിൽ ചരിത്രാതീത കാലത്തെയും ഹാരപ്പൻ നാഗരികതയുടെയും പുരാവസ്തുക്കളുമുണ്ട്. ജുനാഗഡ് എന്ന സ്ഥലത്തേക്കാണ് അടുത്ത യാത്ര. ഇവിടെ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് ജുനാഗഡിലേക്ക്. ജുനാഗഡിന്റെ അടുത്താണ് ഗിർ വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഗിർ വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലിയ പാർക്കിലൂടെയുള്ള സഫാരിയാണ് നാളത്തെ ഹൈലൈറ്റ്.